ഗിരീഷ് കേടാമംഗലത്തിന്റെ പ്രഥമ കവിതാ സമാഹാരം നന്ദ്യാർവട്ടം കേടാമംഗലം ഏദൻ ഹാളിൽ പ്രകാശനം നടന്നു. ദിസ് ന്യൂസ് ബ്രോട്ട് യു ബൈ കൽപക വെഡ്ഡിങ്സ്, നോർത്ത് പറവൂർ. സാഹിത്യത്തിന്റെ സുഗന്ധം പരത്തിയൊരു സുന്ദര സായാഹ്നമായി കേടാമംഗലം ഏദൻ ഹാളിൽ ഗിരീഷ് കേടാമംഗലത്തിന്റെ പ്രഥമ കവിതാ സമാഹാരമായ നന്ദ്യാർവട്ടം പുസ്തക പ്രകാശനം അരങ്ങേറി. സാഹിത്യ പ്രവർത്തക സ്വാശ്രയ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ചടങ്ങ് സാംസ്കാരിക സാഹിത്യ സാന്നിധ്യത്താൽ ശ്രദ്ധേയമായി. SPSS സെക്രട്ടറി കവിത ബിജു സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ പ്രസിഡന്റ് ഡെയ്സി NS അധ്യക്ഷത വഹിച്ചു. റിട്ടയേർഡ് DGP K പത്മകുമാർ IPS പുസ്തകം പ്രകാശനം ചെയ്തു. ഗിരീഷ് കേടാമംഗലത്തോടൊപ്പം പ്രവർത്തിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിനുള്ളിലെ കവിയെ തിരിച്ചറിഞ്ഞിരുന്നുവെന്ന് അദ്ദേഹം പ്രസംഗത്തിൽ വ്യക്തമാക്കി. ഗിരീഷ് ഒരുപാട് ആശയങ്ങളും ഒരുപാട് അഭിപ്രായങ്ങളും ചുറ്റും നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധവും ഉണ്ട് എന്ന് പലപ്പോഴും എനിക്ക് മനസ്സിലായി. ഒരു ഓണാഘോഷത്തിനാണെന്ന് തോന്നുന്നു, നമ്മുടെ ഓഫീസിലെ ഒരു ഓണാഘോഷത്തിന് അന്ന് ഗിരീഷിനെ കണ്ട ആൾ ചെറുതാണെങ്കിലും മുഴങ്ങുന്ന ശബ്ദത്തിൽ ഗിരീഷ് ഒരു കവിത ചൊല്ലി. ഗിരീഷിൻ്റെ കവിത ചൊല്ലുമ്പോൾ കേട്ടിട്ട് എത്ര പേരോട് ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കേൾക്കാത്തവർ കേൾക്കണം. എൻ്റെ ഒരു അഭ്യർത്ഥനയാണത്. എത്ര എഴുത്തിനേക്കാൾ കൂടുതൽ ശക്തമായ നമ്മുടെ കടമ്പനിട്ട സാറിൻ്റെ കവിത എഴുതുന്ന പോലെ ഒരു ഗംഭീരമായ ശബ്ദത്തിൽ ഗിരീഷ് തന്നെയാണ് സംസാരിക്കുന്നത് നമുക്ക് തോന്നും. കവിത ആവേശിച്ചു കഴിഞ്ഞാൽ ഗിരീഷ് ആളും മാറിപ്പോകും. അത്തരം ഗനഗംഭീരമായ ശബ്ദത്തിൽ ഗിരീഷ് കവിത എന്നാണ് ആ ചടങ്ങിൽ വെച്ച് ആലപിച്ചു. അന്നാണ് ഗിരീഷ് വെറും ഗിരീഷ് അല്ല, ഗിരീഷ് കേടാമംഗലം എന്നൊരു കവിയാണെന്ന് ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കി. ആ കവിത ഈ പുസ്തകത്തിലുണ്ട്. തിരുതല മൂലി എന്ന് പറഞ്ഞ പുസ്തകം ഒരു കവിത അതിലുണ്ട്. അതിൽ 2-3 വരികളാണെന്ന് ചൊല്ലിയത്. 2014 13 വരികൾ, അതോ 12 ആയിരിക്കണം അന്നത്തെ ഓണക്കാലത്ത്. അന്ന് അതിനുശേഷം ഗിരീഷുമായിട്ട് ഞാൻ സംസാരിക്കുമ്പോഴാണ് ഗിരീഷിനോട് പറഞ്ഞതാണ് ഒരു പുസ്തക രചന, കവിതകളുടെ പലപ്പോഴായിട്ട് ഗിരീഷ് എഴുതിയിട്ടുള്ള കവിതകളുടെ പുസ്തക രചന ചെയ്യുന്നതെന്നും അന്ന് ഞാൻ കൊടുത്ത വാക്കാണ്, എന്നെ വിളിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പ്രകാശനം ചെയ്യാൻ ആ ചടങ്ങിൽ ഞാൻ എത്തിച്ചേരാം എന്ന് അന്ന് വർഷങ്ങൾക്ക് മുമ്പ് അന്ന് ആ കൊടുത്ത വാക്ക് ഞാൻ ഇന്നിവിടെ പാലിക്കുക. കേരള സാഹിത്യ അക്കാദമി പുരസ്കാര ജേതാവ് പൂയപ്പിള്ളി തങ്കപ്പൻ പുസ്തക പരിചയം നടത്തി. സാഹിത്യശ്രീ മാസികയുടെ എഡിറ്റർ അജിത് ഗോതുരത്ത് ആശംസകൾ നേർന്ന് സംസാരിച്ചു. കവി ഗിരീഷ് കേടാമംഗലം മറുപടി പ്രസംഗം നടത്തി. എന്നെ സംബന്ധിച്ച് തികച്ചും വികാരപരമായ ഒരു അവസ്ഥയാണെന്നുള്ളത്. ഈ പുസ്തകത്തിലേക്ക് എന്നെ നയിക്കുന്നതിന് എന്നോടൊപ്പം നിന്നത് ശ്രീ CK അൻവർ, റിട്ടയർഡ് ജൂനിയർ സൂപ്രണ്ട് എറണാകുളം റൂറലാണ്. അദ്ദേഹം ഇവിടെ സന്നിഹിതനാണ്. ഈ പുസ്തകത്തിൻ്റെ മുഖപ്രസാദം തയ്യാറാക്കിയിട്ടുള്ളതും അദ്ദേഹമാണ്. നിരന്തരമായി അദ്ദേഹവുമായി ഫോണിലൂടെ സംസാരിച്ച് കിട്ടിയ ഉപദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ പുസ്തകത്തിലേക്ക് ഞാൻ എത്തപ്പെട്ടത്. എങ്ങനെ ഞാൻ ഒരു കവി അല്ലെങ്കിൽ ഒരു സാഹിത്യം എന്നിലുണ്ടായി എന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചുള്ള ഒരു മറുപടിയാണ് ആ പുറയിലിരിക്കുന്ന ബാനറിൽ ഞാൻ തന്നെ കണ്ടെത്തി കുറിച്ച വീട്ടിലേക്കുള്ള വഴിയാണ് കവിത. വിവേകാനന്ദൻ മുൻപ് നന്ദി രേഖപ്പെടുത്തി. ചടങ്ങിനോടനുബന്ധിച്ച് ഗിരീഷ് കേടാമംഗലത്തിന്റെ സഹപ്രവർത്തകരും സഹപാഠികളും അദ്ദേഹത്തെ ആദരിച്ചു. പ്രകൃതിയുടെ സൗന്ദര്യവും ജീവിതാനുഭവങ്ങളുടെ മൃദുലതയും ഒത്തുചേർന്ന നന്ദ്യാർവട്ടം സമകാലീന മലയാള കവിതയ്ക്ക് ഒരു ശ്രദ്ധേയ സംഭാവനയായിരിക്കുമെന്ന് സദസ്സ് വിലയിരുത്തി. ന്യൂസ് ഡെസ്ക്, നാട്ടുവാർത്ത, കേടാമംഗലം.